കാണാതായ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ ഒരു ജനത മുഴുവനും ഒറ്റക്കെട്ടായി ഇറങ്ങിയ മറ്റൊരു സംഭവം കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെയും ചരിത്രത്തിൽ മറ്റൊന്നുണ്ടാകില്ല. പോലീസ് മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ സർവ്വസജ്ജമായി ഇറങ്ങി. മാധ്യമങ്ങൾ കുട്ടിയെ കണ്ടെത്തിയേ മടങ്ങൂ എന്നുറപ്പിച്ചു. കാണാതായ ഒരു കുട്ടിയെ കണ്ടെത്താനുള്ള കേരളത്തിലെ ആദ്യത്തെ ടെലിവോയിസ് തിരച്ചിൽ. സമൂഹ മാധ്യമങ്ങളിലും കുടുംബ സദസ്സുകളിലും ആ കുഞ്ഞിന്റെ പേര് മാത്രമാണ് അന്ന് ഉയർന്നു കേട്ടത്. അബിഗെയിൽ സാറ റജി. ട്യൂഷന് പോയ രണ്ടു മക്കളിൽ ഒരാൾ മാത്രം തിരിച്ചു വരുന്നു. മറ്റേയാളെ ആരോ പിടിച്ചുകൊണ്ടുപോയി എന്നറിയുന്നു. ഒരു രക്ഷിതാവിന് താങ്ങാൻ കഴിയുന്നതാണോ ആ വാർത്ത? 2023 നവംബർ 27 വൈകുന്നേരമാണ് കൊല്ലം ഓയൂരിൽ നിന്ന് 6 വയസ്സുകാരിയായ ഒരു കുട്ടിയെ കാണാതായി എന്ന വിവരം പുറത്തുവരുന്നത്. പിന്നിൽ ഒരു കിഡ്നാപ്പിംഗ് കുടുംബം. മലയാളികൾ ശ്വാസമടക്കി പിടിച്ചുണർന്നിരുന്ന 20 മണിക്കൂറുകൾ. ഒടുവിൽ ആ ആശ്വാസ വാർത്തയെത്തി. കൊല്ലം ആശ്രാമ മൈതാനത്ത് വെച്ച് കുട്ടിയെ തിരിച്ചു കിട്ടി. അബിഗെയിൽ സാറ റജിക്കായി പോലീസും നാട്ടുകാരും മാധ്യമങ്ങളും നടത്തിയ വമ്പൻ തിരച്ചിൽ. ആകാംക്ഷയുടെയും ആശങ്കയുടെയും ആ മണിക്കൂറുകളിൽ സംഭവിച്ചതെന്താണ്? കുറ്റവും ശിക്ഷയും ഇന്ന് ഓയൂരിൽ നിന്ന് ചാത്തന്നൂരിലേക്കും തമിഴ്നാട്ടിലേക്കും നീണ്ട ആ സംഭവങ്ങളിലേക്കാണ്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ എപ്പോഴും അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. എന്നാൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടാമെന്ന് കൊടും കുറ്റവാളികൾ പോലും കരുതാത്ത തരത്തിലാണ് ആ കാലത്താണ് കിഡ്നാപ്പിംഗ് സംഘമായി വളരാൻ ചാത്തന്നൂരിലെ ഒരു കുടുംബം കൊതിക്കുന്നത്. ഒരു ജനതയെ മുഴുവൻ ഭയത്തിലാഴ്ത്തിയ രാത്രിയായിരുന്നു അത്. അവൾക്കൊന്നും സംഭവിക്കരുതേ എന്ന് മലയാളികൾ മുഴുവൻ പ്രാർത്ഥിച്ച ദിവസം. 2023 നവംബർ 27. അബിഗേലും ചേട്ടൻ ജൊനാഥനും എല്ലാ ദിവസവും ട്യൂഷന് പോകുന്ന വഴിയാണിത്. കഥ പറഞ്ഞ് ചിലപ്പോൾ വഴക്കിട്ടവർ രണ്ടുപേരും ഓരോ ദിവസവും അങ്ങനെ നടന്നുവരും. എന്നും നടന്നുവരുന്ന വഴിയിലൂടെ നടക്കുമ്പോഴുണ്ടാകുന്ന സുരക്ഷിതത്വബോധം ആ മക്കൾക്കുമുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് നന്നായി അറിയാവുന്ന സ്ഥലമെന്ന് കരുതുന്ന റോഡിൽ പോലും സുരക്ഷിതത്വമില്ലെന്നും എന്നും നടന്നുവരുന്ന വഴിയിൽ വെച്ചും നമുക്കെന്തു വേണമെങ്കിലും സംഭവിക്കാമെന്നും അന്ന് ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി. തിങ്കളാഴ്ചയാണ്. സമയം വൈകിട്ട് 4:30 സ്കൂളും ട്യൂഷനും കഴിഞ്ഞ് പതിവ് പോലെ കഥകൾ പറഞ്ഞ് അബിഗേലും ജൊനാഥനും നടന്നു വരികയാണ്. അങ്ങ് ദൂരെ ഒരു മാരുതി ഡിസയർ കാർ കാണാം. കുറച്ചധികം ദിവസമായി ആ കാർ അവിടെ കാണുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ആ കാർ അവിടെയുണ്ട്. ഈ വണ്ടി എന്നും അവിടെ കിടക്കുന്നേ. ഞങ്ങൾ ഇങ്ങനെ ട്യൂഷൻ കഴിഞ്ഞ് പോകാൻ നേരത്ത് ആ വണ്ടി അവിടെ കിടക്കുന്നു. മിയ എൻ്റെ അനിയത്തി പറഞ്ഞ് അച്ചാച്ച അവിടെ ഒരു വണ്ടി കിടക്കുന്ന, ആ വണ്ടി എന്നും കിടക്കുന്നതല്ലേ, എന്നെ മോകക്കോണ ഒരു കമ്പ് എടുത്തോണ്ടിരിക്കണേന്ന് പറഞ്ഞ് ഞാൻ അവിടെ കിടന്ന ഒരു കമ്പ് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് പോകാൻ നേരത്ത് അതിന് ആ വെള്ളക്കാറിന്റെ അടുത്ത് എത്താറായപ്പോഴത്തേക്ക് ആ കാറ് വളച്ച് ഇങ്ങോട്ട് അടുത്തോട്ട് കൊണ്ടുവന്നു. വെള്ള ഡിസയർ കാർ ജൊനാഥനും അബിഗേലിനും മുന്നിലേക്ക് നീങ്ങി. സ്ഥിരം പോകുന്ന വഴി, എന്നും കാണുന്ന കാർ. പ്രത്യേകിച്ച് ഭയപ്പെടാനൊന്നുമില്ല. അവർ തങ്ങളുടെ കഥകളിൽ മുഴുകി. കാർ പെട്ടെന്ന് കുട്ടികൾക്ക് മുന്നിൽ വന്നു നിന്നു. ഭയപ്പെടേണ്ടതില്ല എന്നവർ മനസ്സിൽ പറഞ്ഞിരിക്കും. കാരണം
എന്നും കാണുന്ന കാർ തങ്ങൾക്ക് ദ്രോഹമൊന്നും ചെയ്യില്ല എന്നവർ തങ്ങളുടെ കുഞ്ഞു മനസ്സിൽ കരുതി കാണും. എന്നാൽ ഇത്രയും ദിവസം തങ്ങളെ നിരീക്ഷിക്കാനാണ് ആ വെള്ളക്കാർ വഴിയിൽ കിടന്നതെന്ന് അവരറിഞ്ഞിരുന്നേയില്ല. ഡോറ് തുറന്ന് ഒരു പേപ്പർ എൻ്റെ കയ്യിൽ തന്ന് ആ അമ്മച്ചിയുടെ കൊടുക്കാന്ന് പറഞ്ഞ് എന്നിട്ട് അവളെ പിടിച്ചങ്ങ് വലിച്ച് ഞാൻ എന്നിട്ട് വിട്ടില്ല. ഡോറെന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടില്ല. എന്നെ തള്ളിയിട്ട് എന്നിട്ട് ആ കമ്പും കൊണ്ട് ഞാൻ അവരെ അടിച്ച്. പെട്ടെന്ന് അവരെന്നെ വിട്ടിട്ട് ഒരു ആന്റി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അത്ര എനിക്കറിയാവും. മുന്നിൽ വന്നു നിന്ന കാറിന്റെ ഡോർ തുറന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. സ്ത്രീ തലവഴി തുണിയിട്ട് മൂടിയിരുന്നു. ഒരു പേപ്പർ കഷ്ണം മുന്നിലേക്ക് നീട്ടിയാണ് സ്ത്രീ വരുന്നത്. ജൊനാഥന് നേരെ വന്ന സ്ത്രീ കുറിപ്പ് അവന്റെ കയ്യിൽ നൽകി. ജൊനാഥൻ കുറിപ്പ് വാങ്ങിയ ഗ്യാപ്പിൽ സ്ത്രീ അബിഗേലിനെ പിടിച്ചു വലിച്ച് കാറിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു. ഞങ്ങള് ട്യൂഷൻ അങ്ങോട്ട് പോകുമ്പം കാണത്തില്ല, തിരിച്ച് ഇങ്ങോട്ട് വരത്തില്ലേ, അപ്പോഴായിരുന്നു കാണുന്നത്. ഞങ്ങള് വീടിന്റെ അകത്ത് കയറി ഡോർ അടയ്ക്കുമ്പോ ആ വണ്ടി ഇങ്ങനെ പോകും. തന്റെ കുഞ്ഞിപ്പെങ്ങളാണ് അബിഗേൽ. അവളെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്ന് തീരുമാനിക്കാൻ ജൊനാഥന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. അവളെ വലിച്ചു പുറത്തേക്കിറക്കാൻ ജൊനാഥൻ ശ്രമിച്ചു. കാർ പതുക്കെ നീങ്ങാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ജൊനാഥൻ അവളെ വിട്ടില്ല. കാറിനൊപ്പം ഓടാൻ തുടങ്ങി. ജൊനാഥൻ വിടില്ല എന്ന് മനസ്സിലാക്കിയ സംഘം അവനെയും പിടിച്ചകത്തേക്ക് കയറ്റാൻ ശ്രമിച്ചു. എന്നാൽ അതിനും അവൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ ജൊനാഥനെ പുറത്തേക്ക് തള്ളിയിട്ട് അതിവേഗത്തിൽ വണ്ടി മുന്നോട്ടു പാഞ്ഞു. നിലത്തുവീണ ജൊനാഥൻ കാറിന് പുറകെ കുറച്ചധികം ദൂരം പിന്തുടർന്നോടാൻ ശ്രമിച്ചു. എന്നാൽ കാർ അതിവേഗത്തിൽ കടന്നുപോയി. വഴിയിൽ കണ്ടവരോട് അവൻ തന്റെ പെങ്ങളെ കാറിൽ വന്നവർ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അവന്റെ ഓർമ്മയിലുള്ളതെല്ലാം പോലീസിനോടും മാതാപിതാക്കളോടും അവൻ ആവർത്തിച്ചു പറഞ്ഞു. പ്രതികളുടെ മൊഴിയിൽ തന്നെ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു റിയാക്ഷനാണ് ആ കുട്ടിയുടെ ഉണ്ടായത്. ആ പയ്യൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു, നന്നായിട്ട് പിടിച്ചു നോക്കി. ഒരു രീതിയും ഒരാ സമയത്താണ് കുട്ടി പുറത്ത് വീഴുകയും ഈ പറഞ്ഞതുപോലെ മറ്റേ കുട്ടിയും കൊണ്ട് അവർ പോവുകയും ചെയ്തു. ആ പയ്യനാണ് ഇതിനകത്ത് ആക്ച്വലി ആദ്യത്തെ ഹീറോ. രണ്ടാമത്തെ താരം എന്ന് പറയുന്നത് ഈ കുട്ടി തന്നെയാണ്. ഈ അബിഗൽ എന്ന് പറഞ്ഞ കുട്ടി നൽകിയ കൃത്യമായ വിവരണം അനുസരിച്ചിട്ടാണ് മൂന്നാമത്തെ ഇതിലെ ഹീറോസായ ആ പോർട്രേറ്റ് വരയ്ക്കുന്ന രണ്ടുപേരും വരച്ചത്. നിങ്ങൾക്കറിയാം, എക്സാക്ട്ലി പോർട്രേറ്റ് തന്നെയാണ് പ്രതികൾ. അപ്പോൾ വളരെ കൃത്യതയോടുകൂടി കുട്ടി അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും വളരെ കൃത്യതയോടുകൂടി ആ പോർട്രേറ്റ് വരയ്ക്കാൻ സാധിച്ചതും ഈ കേസ് ഡിറ്റക്ഷന് വളരെയേറെ സഹായകമായി. ജൊനാഥൻ എന്ന കുഞ്ഞു ഹീറോ പറഞ്ഞാണ് കുടുംബം മകളെ തട്ടിക്കൊണ്ടുപോയ വിവരമറിഞ്ഞത്. പറ്റാവുന്നത്രയും ശ്രമിച്ചു നോക്കി, എന്നെക്കൊണ്ട് അവളെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നവൻ രക്ഷിതാക്കളോട് പറഞ്ഞിരിക്കും. വിവരമറിഞ്ഞ കുടുംബം മാനസികമായി ആദ്യം തകർന്നുപോയി. ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് അവർ ഒരു കാലത്തും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ പതുക്കെ യാഥാർത്ഥ്യത്തിലേക്ക് ആ കുടുംബം എത്തുകയായിരുന്നു. ഇനി എന്തു ചെയ്യുമെന്നാണ് ആലോചിക്കേണ്ടത്. പോലീസിനെ വൈകാതെ വിവരമറിയിച്ചു. വൈകുന്നേരത്തോടെ പക്ഷേ ഒരു സ്ത്രീയുടെ ഫോൺ കോൾ അച്ഛൻ റജിക്ക് വരുന്നു. അവിടെ നിന്നാണ്, ആ പോയിന്റിൽ നിന്നാണ് കേസിന്റെ ഗതി മാറുന്നത്. പത്മകുമാർ, ഭാര്യ അനന്തകുമാരി, മകൾ അനുപമ പത്മൻ എന്നിവരടങ്ങുന്ന സംഘം അബിഗേലിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. കേരളം മുഴുവൻ അബിഗേലിന് പിറകെ സഞ്ചരിക്കാൻ ആരംഭിക്കുന്നത് ആ നിമിഷം മുതലാണ്.
പെങ്ങളെ കാറിൽ വന്ന 4 സംഘം തട്ടിക്കൊണ്ടുപോയി എന്ന് പറയാൻ ജൊനാഥൻ വീട്ടിലേക്ക് ഓടി വന്നു. വിവരമറിഞ്ഞ അച്ഛൻ റജിയും അമ്മയും തകർന്നുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോഴാണ് കുടുംബത്തിന് ആ ഫോൺ കോൾ വരുന്നത്. സിനിമാ ഡയലോഗുകളിൽ പറയുന്നത് പോലെ ബോസ് പറഞ്ഞതനുസരിച്ച് സംഘത്തിലെ പ്രമുഖ അവരെ ഫോണിൽ വിളിച്ചു. ഇത് കേൾക്കുമ്പോൾ സിനിമയാണോ എന്ന് വരെ സംശയിച്ചേക്കാം. കുട്ടി സുരക്ഷിതയാണ്, 10 ലക്ഷം രൂപ അറേഞ്ച് ചെയ്യൂ, ഞങ്ങൾ രാവിലെ 10 മണിക്ക് വിളിക്കാമെന്ന് മാത്രം പറഞ്ഞ് അനിതകുമാരി ഫോൺ വെച്ചു. എന്തു ചെയ്തിട്ടാണെങ്കിലും 10 ലക്ഷം രൂപ തരാം, കുട്ടിയുടെ പിതാവ് റജി പറഞ്ഞു. അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പോസ്റ്റ് കോവിഡ് കടുത്ത സാമ്പത്തിക പ്രശ്നം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ കടം വളരെയേറെ കൂടുകയും അദ്ദേഹത്തിൻ്റെ മീൻസിന് ബിയോണ്ടായിട്ട് എത്താൻപ്പെട്ട സ്ഥിതിയിൽ അദ്ദേഹത്തിന് പ്രഷറൈസ് ചെയ്യാൻ ഉണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് ഇതെങ്ങനെ എന്തെങ്കിലും ചെയ്ത് പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു അദ്ദേഹം. കുടുംബവുമായി പ്രശ്നമുള്ള ഏതോ സംഘമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നാണ് സംഭവമറിഞ്ഞ പോലീസും നാട്ടുകാരും കരുതിയത്. ഒരു പ്രൊഫഷണൽ സംഘമാണ് കിഡ്നാപ്പിന് പിന്നിൽ എന്ന് മനസ്സിലായി. പിന്നീട് കർമ്മനിരതരായ പോലീസ് സംഘം അതിശക്തമായ പരിശോധന തുടങ്ങുകയായിരുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് 1 വർഷമായിട്ട് ഈ ഐഡിയ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ പിന്നെ പല സമയത്തായിട്ട് അവരത് അബോർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. കഴിഞ്ഞ 1.5 മാസമായിട്ടാണ് ഇവർ ആക്റ്റീവായിട്ട് ഇതിനകത്ത് ചെയ്തത്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ കഴിഞ്ഞ 1.5 മാസമായിട്ട് ഈ മകളും ഇതിനകത്ത് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആണ് എന്നൊന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ആരുടെ ബുദ്ധിയാണ് എന്നുള്ളതാണ് ഞങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത്. നമ്മളുടെ ബലമായ സംശയം ഇത് അനിതാകുമാരുടെ ബുദ്ധിയാണ്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് റജിക്ക് യാതൊരു ബന്ധവുമില്ല. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘം ഉൾനാട്ടിലൂടെയാണ് സഞ്ചരിച്ചത്. നഗരങ്ങളിലൂടെ പോയാൽ CCTVകളിൽ പെടുമെന്ന് മനസ്സിലാക്കിയ പ്രതികൾ നാട്ടിൻ പുറത്തുള്ള വഴികൾ മാത്രം തിരഞ്ഞെടുത്തു. ഉൾവഴികൾ തിരഞ്ഞെടുത്ത സംഘം കൊല്ലം ജില്ലയിൽ നിന്നുള്ളവർ തന്നെയാണ് എന്നാണ് ഈ നീക്കത്തിൽ നിന്ന് പോലീസ് വിലയിരുത്തിയത്. സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ളതുകൊണ്ടാണ് ഉൾനാടുകളിലൂടെ സഞ്ചരിക്കാമെന്ന് സംഘം തീരുമാനിച്ചതെന്ന പോലീസ് വിലയിരുത്തൽ കൃത്യമായിരുന്നു. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വിളിച്ച സ്ത്രീ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു: ഇത് ഞങ്ങളുടെ നമ്പറല്ല, ഇതിലേക്ക് തിരിച്ചു വിളിക്കരുത്. ഹലോ, കുട്ടി സുരക്ഷിതമാണ്. കുട്ടി സുരക്ഷിതമായിട്ടിരിക്കുന്ന നാളെ 10 മണിക്ക് ഞങ്ങൾ വിളിക്കാം. കുട്ടി സുരക്ഷിതമായി ഞങ്ങളുടെയിലുണ്ട്. നാളെ 10 മണിക്ക് വിളിക്കാം. അപ്പൊ നിങ്ങളൊരു 10 lakhs അറേഞ്ച് ചെയ്യണേ. നിങ്ങൾ അറേഞ്ച് ചെയ്യും. നാളെ 10 മണിക്ക് കുട്ടിയെ കൊണ്ടുവരാം. വീട്ടിൽ കൊണ്ടുവരാം. കൊണ്ടുവരാം. പിന്നെ പോലീസിൽ അറിയിക്കാൻ ഒന്നും നിൽക്കരുത്. ഞങ്ങളുടെ കയ്യിൽ ഒന്നും ചെയ്യരുത്. നിങ്ങൾ പറയുന്നത് പൈസ കൊണ്ടുവരാം. കുട്ടി എവിടെ ഉണ്ടെന്ന് പറയാം. ഞങ്ങൾ നാളെ 10 മണിക്ക് വീട്ടിൽ കൊണ്ടുവരും. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരും. ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരും. നിങ്ങൾ പൈസ അറേഞ്ച് ചെയ്യും. അതെ, കൊണ്ടുവരും. ഈ ഫോൺ ഇങ്ങോട്ട് വിളിക്കരുത്. ഇത് ഞങ്ങളുടെ അല്ല ഫോണേ. നിങ്ങളുടെ ഫോണല്ല. നിങ്ങൾ ഞാനിന്റെ ക്ലിക്ക് ചെയ്യുക. സമയം 7:30. പാരിപ്പള്ളിയിലെ ഒരു കടയ്ക്ക് സമീപം കിഡ്നാപ്പിംഗ് സംഘം വണ്ടി നിർത്തി. ചില സാധനങ്ങൾ വാങ്ങുകയായിരുന്നു ലക്ഷ്യം.
പത്മകുമാറും അനന്തകുമാരിയും പുറത്തേക്കിറങ്ങി കടയിലെ ഗിരിജ എന്ന സ്ത്രീയോട് ഒരു ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് ചോദിക്കാൻ ഒരു ഫോൺ കോൾ ചെയ്യണം, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. ഫോൺ എടുക്കാൻ മറന്നു എന്ന് ഇവർ പരസ്പരം പറയുന്നുണ്ടായിരുന്നു. ഒരു സഹായം എന്ന നിലയ്ക്കാണ് ഗിരിജ തന്റെ ഫോൺ നൽകുന്നത്. നമ്പർ നോക്കാനെന്ന വ്യാജേന ഫോണുമായി അനന്തകുമാരി പുറത്തേക്ക് പോയി. ശേഷം റെജിയുടെ ഫോണിലേക്ക് വിളിച്ച് 5 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെടുകയായിരുന്നു. കുട്ടിയുമായി ആദ്യം പ്രതികളെത്തിയത് ചാത്തന്നൂരിലെ വീട്ടിലാണ്. അവിടെ നിന്നും വീണ്ടും മറ്റൊരു കേന്ദ്രത്തിലേക്ക് പുറപ്പെട്ടു. അർദ്ധരാത്രിയോടുകൂടി കുട്ടിയുമായി സംഘം മാമ്പളിക്കുന്നത്തെ വീട്ടിലെത്തി. അവിടെയാണ് കുട്ടിയെ പാർപ്പിച്ചത്. അവിടെ വെച്ച് കുട്ടിക്ക് ഉറങ്ങാനുള്ള മരുന്ന് നൽകി. കരയാതിരിക്കാൻ തങ്ങൾ അച്ഛന്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞു. അർദ്ധരാത്രിയായപ്പോഴേക്കും നാട് മുഴുവൻ അബിഗേലിനു വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളും നാട്ടുകാരും രണ്ടും കൽപ്പിച്ചിറങ്ങി. ഈ സമയമാകുമ്പോഴേക്കും സംഗതി കൈവിട്ടുപോയി എന്ന് കിഡ്നാപ്പിംഗ് സംഘത്തിന് മനസ്സിലായിരുന്നു. ഇനി വേറെ വഴിയില്ല. ആരുമറിയാതെ കുട്ടിയെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചില്ലെങ്കിൽ പിടിക്കപ്പെടും. അബിഗെയിൽ സാറ റജി എവിടെയായിരിക്കും ഉള്ളത്? ആരാണ് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്? അന്നത്തെ ദിവസം അബിഗെയിലിന്റെ വീട് മാത്രമല്ല, കേരളത്തിലെ ഒരു വീടും ഉറങ്ങില്ല. എങ്ങനെയെങ്കിലും ആ കുഞ്ഞുമകളെ കണ്ടെത്തണം എന്ന് മാത്രമാണ് എല്ലാവരും ആഗ്രഹിച്ചത്. പോലീസ് പരിശോധന ഒരു രാത്രി മുഴുവൻ നിർത്താതെ തുടർന്നു. നേരം പുലർന്നപ്പോൾ റജിയും ഭാര്യയും മകൻ ജൊനാഥനും അബിഗെയിൽ ഒന്നും പറ്റാതെ തിരിച്ചുവരണേ എന്ന് മാത്രമായിരിക്കും പ്രാർത്ഥിച്ചത്. തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വൈകാതെ ഒരു നല്ല വാർത്ത കേൾക്കാം. രാവിലെയും പോലീസിൽ നിന്ന് ശുഭകരമായ വാർത്തകളൊന്നും വന്നില്ല. നാട് മുഴുവൻ ആ കുഞ്ഞിനു വേണ്ടി തിരയുകയായിരുന്നുവെന്ന് എന്തായാലും തട്ടിക്കൊണ്ടുപോയ സംഘം അറിഞ്ഞിരിക്കും. അവർ അവളെ എന്തെങ്കിലും ചെയ്തിരിക്കുമോ എന്ന പേടി എല്ലാവരിലും ഉണ്ടായിരുന്നു. വെയിൽ കടുത്തുവരികയാണ്. ഇനിയും കുട്ടി എവിടെയാണുള്ളത് എന്ന് മനസ്സിലാകുന്ന സൂചനകളൊന്നും കിട്ടിയിട്ടില്ല. ഈ ദിവസം കൂടി കുട്ടിയെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്നാകും. പോലീസിന് മുകളിൽ സമ്മർദ്ദമേറുകയാണ്. നാടിളക്കി പരിശോധന തുടരുകയാണ്. സമയം ഉച്ചയ്ക്ക് 12:30 കാണും. സ്ഥലം ആശ്രാമം മൈതാനം. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ഏകദേശം 20 മണിക്കൂറായി കാണും. അബിഗേലിനെ തിരിഞ്ഞുകൊണ്ട് പോലീസ് വാഹനങ്ങൾ പല വഴിക്ക് ചീറിപ്പായുന്നു. കൊല്ലം SN കോളേജിലെ വിദ്യാർത്ഥിനി ധനഞ്ജയ ആശ്രാമ മൈതാനത്ത് വിശ്രമിക്കുകയാണ്. ഇന്നുണ്ടായിരുന്ന പരീക്ഷ എഴുതിത്തീർത്ത സമാധാനത്തിലും ആശ്വാസത്തിലും ആശ്രാമ മൈതാനത്തിരിക്കുകയാണ്. കൂടെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവർ വന്നിരുന്നപ്പോൾ തന്നെ അപ്പുറത്തൊരമ്മയും കുഞ്ഞും ഇരിക്കുന്നത് കണ്ടു. വിദ്യാർത്ഥികളെ കണ്ടയുടനെ അമ്മ എഴുന്നേറ്റുപോയി. എക്സാം കഴിഞ്ഞിട്ട് വരുമായിരുന്നു. അപ്പം ക്ഷീണം കാരണം നമ്മൾ അവിടെ ഇരുന്ന്, അപ്പോൾ ഒരു അമ്മയും ഒരു കുഞ്ഞും അവിടെ ഇരിക്കുകയാണ് കാണുന്നത്. നമ്മൾ വന്നിരുന്നതും ആ സ്ത്രീ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. കുറേ നേരം കഴിഞ്ഞിട്ട് അമ്മ തിരിച്ച് വരുന്നില്ല. ആ കുഞ്ഞ് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്കൊരു സംശയം തോന്നി. നമ്മൾ ഇന്നലെ വൈറലായ ഫോട്ടോ എടുത്ത് നോക്കുമായിരുന്നു ആ കുഞ്ഞ് തന്നെ ആണോ എന്ന്. അങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്. അങ്ങനെ കുഞ്ഞിനോട് വിവരം ചോദിച്ചപ്പം പറഞ്ഞു പപ്പയെ വിളിക്കാൻ പോയതാണെന്നാണ് കുഞ്ഞ് പറഞ്ഞത്. പിന്നെ ഇന്നലെ കിട്ടിയ നമ്പറിൽ നിന്ന് പോലീസിനെ വിളിക്കുമായിരുന്നു. അങ്ങനെ പോലീസിനെ അറിയിച്ചു. തലേന്ന് അബിഗേലിനെ കാണാതായതിന്റെ വാർത്ത ധനഞ്ജയും കണ്ടിരുന്നു. കുട്ടിയെ കണ്ടുകിട്ടുന്നവർ പോലീസിനെ അറിയിക്കണമെന്ന പരസ്യം ധനഞ്ജയയുടെ ഫോണിലും വന്നിരുന്നു. ഒറ്റയ്ക്കിരിക്കുന്ന കുട്ടിയെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് തോന്നി. ധനഞ്ജയ കുട്ടിക്കടുത്തേക്ക് പോയി. അമ്മ എവിടെ പോയി എന്ന് ചോദിച്ചു. അച്ഛനെ വിളിക്കാൻ പോയതാണ് എന്നായിരുന്നു കുട്ടിയുടെ മറുപടി. കുട്ടിയുടെ മറുപടി കേട്ടപ്പോൾ ധനഞ്ജയയ്ക്ക് സംശയം തോന്നി. ധനഞ്ജയ തന്റെ ഫോൺ എടുത്തു. ഫോണിൽ കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ വന്ന അബിഗേലിന്റെ ഫോട്ടോ എടുത്ത് ധനഞ്ജയ പരിശോധിച്ചു. ആ കുട്ടി തന്നെയാണ് ഈ കുട്ടി. വീണ്ടും ഉറപ്പിച്ചു.
കുട്ടിയോട് പേര് ചോദിച്ചു. അബിഗേൽ എന്ന ഉത്തരം വന്നു. ഇത് കാണാതായ അബിഗേലാണ് എന്ന് ധനഞ്ജയ മനസ്സിലാക്കി. വൈകിയില്ല. ഉടൻ തന്നെ ധനഞ്ജയ പോലീസിനെ വിവരമറിയിച്ചു. മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു വൈറ്റ് ഷാള് തട്ടം പോലെ വെച്ചിട്ടുണ്ടായിരുന്നു, ലൈറ്റ് മഞ്ഞ ചുരിദാറായിരുന്നു. വേറെ ആരും ഇല്ലായിരുന്നു. കുട്ടിയും ഈ സ്ത്രീയും മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. കുറേ നേരം ഇരിക്കുമായിരുന്നു. സംശയം തോന്നിയത് അപ്പോഴാണ് ഞങ്ങൾ ഇന്ന് ഫോട്ടോ നോക്കിയപ്പോ എത്തിയത്. ഉച്ചയോടെ ആ ആശ്വാസത്തിന്റെ വാർത്ത അബിഗേലിന്റെ കുടുംബം അറിഞ്ഞു. സമാധാനമെന്ന വാക്കിന് ഇത്രയും വിലയുണ്ടായിരുന്നുവെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കിയ സമയമായിരുന്നു അത്. ഒടുവിലവൾ അച്ഛനും അമ്മയ്ക്കും ചേട്ടനുമൊപ്പം എത്തി. സ്വന്തം വീട്ടിലേക്ക് കുഞ്ഞബിഗയിൽ തിരിച്ചെത്തി. പക്ഷേ പോലീസിന്റെ പണി അവിടെ അവസാനിക്കുന്നില്ല. പ്രതികളെ പിടിക്കുക എന്ന ശ്രമകരമായ ദൗത്യം സേനയ്ക്ക് മുന്നിലുണ്ട്. പട്ടാപ്പകൽ ആശ്രമ മൈതാനം പോലുള്ള ഒരു തുറന്ന സ്ഥലത്ത് കുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളയാൻ കഴിഞ്ഞു എന്നത് പോലീസിന് ചെറിയ ക്ഷീണമൊന്നുമല്ല ഉണ്ടാക്കിയത്. പല വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചു. ഒടുവിൽ കുട്ടി കരയാതിരിക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്ത ടോം ആൻഡ് ജെറി കാർട്ടൂൺ പ്രതികളിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചു. നവംബർ 28. കുട്ടിയെ കിട്ടിയതു മുതൽ പോലീസ് അന്വേഷണം പ്രതികളെ കേന്ദ്രീകരിച്ച് കൂടുതൽ ഊർജിതമാക്കി. പോലീസ് സമാഹരിച്ച CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടത്തിലെ അന്വേഷണം. വെള്ളക്കാറിൽ കുട്ടിയുമായി യാത്ര ആരംഭിച്ച പത്മകുമാറും അനന്തകുമാരിയും മകൾ അനുപമ പത്മനും മറ്റൊരു നീലക്കാറിലാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ട നീലക്കാറിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ച ഉടൻ പോലീസ് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ചു. ടോം ആൻഡ് ജെറി എന്ന കാർട്ടൂൺ പ്രതികളെ കൃത്യമായി പിന്തുടരാൻ സഹായിച്ചു. കുട്ടി കരയാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ടോം ആൻഡ് ജെറി കാർട്ടൂണാണ് പ്രതികൾ കാണിച്ചു കൊടുത്തിരുന്നത്. ഓൺലൈൻ വഴി കാർട്ടൂൺ കാണിക്കാൻ ഉപയോഗിച്ച IP അഡ്രസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൃത്യമായി പ്രതികളെ പിന്തുടരാൻ സഹായിച്ചു. രാത്രി 7:30 മുതൽ രാവിലെ 6:30 വരെ ടോം ആൻഡ് ജെറി പ്രദർശിപ്പിച്ച 26,000 IP അഡ്രസ്സുകളാണ് പോലീസ് പരിശോധിച്ചത്. നീലക്കാറിലേക്ക് പ്രതികൾ മാറിയതുൾപ്പെടെ കൃത്യമായി മനസ്സിലാക്കാൻ ഇത് സഹായിച്ചു. 26,000-ൽ നിന്ന് 120 IP അഡ്രസ്സുകളുള്ള ചുരുക്കപ്പട്ടിക പോലീസ് തയ്യാറാക്കുകയായിരുന്നു. നവംബർ 30. സ്ഥലം തമിഴ്നാട് തെങ്കാശിക്ക് സമീപം. തമിഴ്നാട്ടിലെ തെങ്കാശിക്ക് സമീപം പുളിയറയിൽ തങ്ങിയിരുന്ന പ്രതികൾക്ക് പുറകിൽ തന്നെ പോലീസ് ഉണ്ടായിരുന്നു. എന്നാൽ നാട്ടിൽ നിന്ന് മാറിയതോടെ രക്ഷപ്പെട്ടു എന്നാണ് അവർ കരുതിയത്. എന്നാൽ ആശ്വസിക്കാൻ കഴിയുമെന്ന് കരുതിയിരുന്ന സമയത്ത് തന്നെ കൃത്യമായി പോലീസ് കരുക്കൾ നീക്കി. 3 பேர் உள்ள உட்காந்தாங்க. 3 சோறு, ஒரு பீப் ஃப்ரை, ஒரு மீன் வறுத்தல் கிடைச்சுன்னு. எவ்வளோ டைம் இங்கே அவங்க இருந்து? இப்படி ஒரு ½ hour உண்டு. இருந்து அவங்க மட்டும்தான் அதோ தமிழ்நாட்டில் யாராவது ஒரு ஆள் இருந்தாங்க. எவ்வளோ DM கட்சி പറഞ്ഞു அவங்க எவ்வளோ. മുൻവൈരാഗ്യം ഒന്നുമില്ലാഞ്ഞിട്ടും എന്തിനാണ് പത്മകുമാറും കുടുംബവും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചത്? ഈ ചോദ്യമാണ് ഈ വാർത്ത കേട്ടപ്പോൾ ആദ്യം ജനങ്ങളുടെ മനസ്സിൽ വന്നത്. ഒരു കുടുംബം എങ്ങനെ ഒരു പ്രൊഫഷണൽ കിഡ്നാപ്പിംഗ് സംഘമായി മാറി? ചിറക്കരയിൽ ഒരു വലിയ ഫാമുണ്ട് പത്മകുമാറിന്. അതിൽ 15 നായകളും 6 പശുക്കളും മറ്റ് കൃഷിയുമുണ്ട്. ചാത്തന്നൂരിൽ സ്വന്തമായൊരു ബേക്കറി. അത്യാവശ്യം വരുമാനമുള്ള വ്യക്തിയായിരുന്നു പത്മകുമാർ. കോവിഡിന് ശേഷം കാര്യങ്ങൾ മാറി മറിഞ്ഞു. പത്മകുമാറിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ആരംഭിച്ചു. $5 കോടിക്ക് മുകളിൽ കടബാധ്യതയുണ്ട് പത്മകുമാറിന്. എങ്ങനെ ഒരു സാധാരണക്കാരൻ ഇത്രയും വലിയ കടക്കണിയിൽപ്പെട്ടു എന്നായിരുന്നു പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്ന സംശയം. വർഷങ്ങളായി പത്മകുമാറും ഭാര്യ അനന്തകുമാരിയും നടത്തിയ പ്ലാനിങ്ങിന്റെ ഫലമായാണ് തട്ടിക്കൊണ്ടുപോകലെന്ന ഐഡിയ വരുന്നത്. നേരത്തെ ഈ പ്ലാനിൽ ഇല്ലാതിരുന്ന മകൾ അനുപമ പത്മൻ സംഭവത്തിന് 1.5 മാസം മുമ്പ് മാത്രമാണ് പ്ലാനിലേക്ക് വരുന്നത്. മകൾ അനുപമ സമൂഹമാധ്യമങ്ങളിൽ സാന്നിധ്യമായ ഒരു ഇൻഫ്ലുവൻസർ എന്നാണ് അവകാശപ്പെടുന്നത്. മാതാപിതാക്കളുടെ പ്ലാനിലേക്ക് അനുപമ എത്തിയതോടെ കാര്യങ്ങൾ നടപ്പാക്കലിലേക്ക് നീങ്ങി.
അതായത് അനുപമ ഒരു ഇൻഫ്ലുവൻസർ ടേൺഡ് ക്രിമിനലാണ് എന്ന് ചുരുക്കം. ഓരോ മാസവും 5 ലക്ഷം രൂപ വരെ യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ അനുപമയ്ക്ക് ലഭിച്ചിരുന്നു. എന്നാൽ സംഭവത്തിന് 1.5 മാസം മുമ്പ് അനുപമയുടെ യൂട്യൂബും ഫേസ്ബുക്കും ഡീമോണിറ്റൈസ് ചെയ്യപ്പെട്ടു. അതായത് വലിയ വരുമാനം പെട്ടെന്ന് നിലച്ചു. വളരെ ഉയർന്ന സാമ്പത്തികാവസ്ഥയിൽ ജീവിച്ചിരുന്ന അനുപമ വരുമാനം നിലച്ചതോടെ പ്രശ്നത്തിലായി. കിഡ്നാപ്പ് പ്ലാനിലേക്ക് അനുപമയുടെ വരവ് യാദൃശ്ചികമല്ല എന്ന് ചുരുക്കം. കേരളം കൈകോർത്തു പിടിച്ചാണ് അബിഗേൽ എന്ന കുഞ്ഞുമോളെ തിരിച്ചവളുടെ കുടുംബാംഗങ്ങൾക്ക് കിട്ടിയത്. ഒരു കുഞ്ഞിനു വേണ്ടി കൈമെയ് മറന്ന് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന അപൂർവ സന്ദർഭം. ഒരു ജനത കൈകോർത്ത രക്ഷാപ്രവർത്തനമായിരുന്നു അബിഗേൽ സാറ റെജിയെ കണ്ടെത്താനുള്ള ദൗത്യം. വാർത്ത വന്നയുടൻ ന്യൂസ് റൂമുകൾ സജ്ജമായി. റിപ്പോർട്ടർമാർ മുക്കിലും മൂലയിലും തിരച്ചിലിന്റെ ഭാഗമായി. പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന തെരച്ചിലിൽ ജനങ്ങളും ഭാഗമായി. കൃത്യമായ വിവരങ്ങൾ നൽകി പ്രതികളുടെ രേഖാചിത്രം വരയ്ക്കാൻ സഹായിച്ച അബിഗേലിന്റെ സഹോദരൻ ജൊനാഥനാണ് ഈ രക്ഷാപ്രവർത്തനത്തിലെ നായകൻ. തിരികെ എത്തിയ ഉടൻ അബിഗേൽ തന്നെ പ്രതികളെക്കുറിച്ച് വിവരിച്ചിരുന്നു. വാട്ടർ കളറിസ്റ്റുകളായ ദമ്പതികൾ ഷിജിത്തും സ്മിതയും ചേർന്ന് പ്രതികളുടെ രേഖാചിത്രം വരച്ചു. ആ ചിത്രം കീറുകൃത്യമായിരുന്നു. അബിഗേലിനെ കണ്ടെത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച മാതാപിതാക്കൾ എല്ലാവർക്കും നന്ദി പ്രകടിപ്പിക്കാനാണ് സമയം മാറ്റിവെച്ചത്. നമ്മുടെ മുഴുവൻ ജനങ്ങളോട്, നിങ്ങൾ ഓരോരുത്തരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. നിങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ്. കാരണം എൻ്റെ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് എൻ്റെ കുഞ്ഞിനെ കിട്ടിയത്, 6 വയസ്സുള്ള കുഞ്ഞിനെ. അബിഗേലിനെ കണ്ടെത്തിയതിന് ആർക്കും നന്ദി പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. നമ്മളെല്ലാം മറന്ന് അവളെ തിരഞ്ഞിറങ്ങിയതാണ്. വീട്ടിലെ ഒരാളെ കാണാതായതുപോലെ ആധി കയറി നമ്മൾ റോഡുകൾ മുഴുവൻ അവളെ തിരഞ്ഞിറങ്ങിയതായിരുന്നു. അവളെ കണ്ടെത്തുക എന്ന ലക്ഷ്യം മാത്രമേ എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിൽ ഒരേയൊരു മുഖം, അബിഗേൽ സാറ റെജി. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നത് കേവലം ഒരു വിളിപ്പേര് മാത്രമല്ല എന്ന് തെളിയിക്കുന്നതായി അബിഗേലിന് വേണ്ടിയുള്ള കേരളത്തിന്റെ ശ്രമങ്ങളുടെ മണിക്കൂറുകൾ. നമ്മൾ ഒരുമിച്ചാണ് തെരഞ്ഞത്, അവളെ കണ്ടെത്തിയതും. പുതിയ കേസേറിയുമായി നാളെ ഇതേ സമയം. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.